Yes, welcome to Raju PSK daily classes. Today we are discussing few problems. Okay. Our first question. Interference is possible in light waves only, sound waves only, both light and sound waves, neither sound or light. Answer both light and sound waves. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ രണ്ട് സ്ലിറ്റുകളിൽ നിന്നും വരുന്ന ലൈറ്റ് അല്ലേ ഇൻ്റർഫിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള നോൺ മെക്കാനിക്കൽ വേവ് ആയിട്ടുള്ള ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർഫറൻസ് പോസിബിളാണ്. കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും എല്ലാം പോസിബിളാണ്. കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഒക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു കൊഹറൻ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. സൗണ്ടിലോട്ട് വരാം. സൗണ്ടിന് പോസിബിളാണോ? യെസ്, സൗണ്ടിലും ഇൻ്റർഫറൻസ് പോസിബിളാണ്. കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും ഒക്കെ വരാം. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് രണ്ടുപേരും കൂടെ ഒരു പർട്ടിക്കുലർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ ആ ഗുഡ് മോർണിംഗ് ഹിയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ്റർഫറൻസ് പാറ്റേൺ ഒന്നും കിട്ടില്ല. ഇൻ്റർഫറൻസ് അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി അങ്ങനെയൊന്നും വരില്ല. ലൈറ്റ് ആയാലും സൗണ്ട് ആയാലും ഇൻ്റർഫറൻസ് പോസിബിളാണ്. പക്ഷേ സോഴ്സുകൾ എന്തായിരിക്കണം എന്ന് മാത്രം, കൊഹറൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓർമ്മയ്ക്ക് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ അവർ കൊഹറൻറ്റ് സോഴ്സുകളായിരിക്കണം. സൗണ്ടിൽ ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. കൊഹറൻറ്റ് സോഴ്സുകൾ ഉണ്ടാക്കാൻ ഒരു പൈപ്പ് എടുക്കുക. ഒരു പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടുന്ന് സൗണ്ട് ഒരു ലൗഡ് സ്പീക്കറാണെന്ന് വിചാരിച്ചു, സിംഗിൾ സോഴ്സ്. ഈ ലൗഡ് സ്പീക്കർ സൗണ്ട് ഉണ്ടാക്കി. ഈ സൗണ്ട് ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ലിസണർ. ഇങ്ങനെയും സൗണ്ട് വരാം, സൗണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെയും വരാം. നോക്കൂ, ഈ സൗണ്ട് വന്നത്, ഈ സൗണ്ടും ഡിറൈവ് ചെയ്തത് സിംഗിൾ സോഴ്സ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന വേവും തമ്മിൽ എന്ത് നടക്കാം? ഇൻ്റർഫറൻസ് നടക്കാം. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സൗണ്ട് സോഴ്സുകൾക്കും ഇൻഡിപെൻഡൻറ്റ് ലൈറ്റ് സോഴ്സുകൾക്കും ഈ ഇൻ്റർഫറൻസ്, കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ്, ആ ടൈപ്പ് ഇൻ്റർഫറൻസുകൾ പോസിബിൾ അല്ല. Okay, so your answer both light and sound waves. Okay, our second question. For independent sources expressed as y1 given y1 equal to a1 sin omega t. Second equation, y2 is equal to a2 sin 2 omega t. Third one, y3, ഇതിവിടെ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ എഴുതുന്നത്, a3 cos omega t. ഫോർത്ത് വൺ, y4 equal to a4 sin omega t plus pi by 3. ഇതിൽ ഏതൊക്കെയാണ് കൊഹറൻറ്റ് സോഴ്സുകൾ എന്നാണ് ക്വസ്റ്റ്യൻ. y1 y4 y1 പലതും തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഫോർ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. y1 y2 y3 y4 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളാണെന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആൻസർ നോട്ട് പോസിബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇവൻ്റെ ഫ്രീക്വൻസി ഒമേഗ, ഇവൻ്റെ ഫ്രീക്വൻസി 2 ഒമേഗ, ഇത് വിട്ടേക്ക്, 2 ഒമേഗയാണ് പോട്ടെ. ഇവൻ്റെ ഫ്രീക്വൻസി ഒമേഗ ഒരേ ഫ്രീക്വൻസി ഉള്ള ആളുകളില്ലേ? അപ്പോൾ അവർ കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ടൊക്കെ ഇൻ്റർഫിയർ ചെയ്യേണ്ടേ ചോദിച്ചാൽ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിൽ നിന്നും ലൈറ്റ് വേവ്സ് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചെന്ന് വീഴുമ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ കീപ്പ് ചെയ്യപ്പെടേണ്ട ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റായി നിൽക്കണം എന്നല്ലേ പഠിപ്പിച്ചത്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളാണെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഫേസ് ഡിഫറൻസ് പൈ ബൈ ഇങ്ങനെയൊക്കെ തന്നത് നിങ്ങളെ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളാണെങ്കിൽ ഈവൻ അവരുടെ ഒമേഗയുടെ വാല്യൂ സെയിം ആയിരുന്നാൽ പോലും അവർ കൊഹറൻ്റ് അല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ യുവർ ആൻസർ ഈസ് not possible. Next question. 2 points P and Q on screen Young's double slit experiment. Waves from S1 and S2 have path difference 0 and lambda by 4. Ratio of intensities at P and Q will be. Ratio of intensities you want to find. P and Q, Young's double slit S1 and path difference. So let us assume intensity of wave from both the slits are equal. So what will be the equation? I equal to 4
I naught into cos square phi by 2. This is the equation for resultant intensity when intensity of light wave from both the sources are equal. Okay. Here, first case, path difference is 0. Given path difference 0. So, in first case, our equation I1 equal to 4I0 into cos square 0. Cos square 0, you know, it is 1. So, I1 is equal to 4I0. നമുക്ക് ഈ കേസ് ഓൾറെഡി അറിയാം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. 0 വന്നാലും ലാംഡ പാത്ത് ഡിഫറൻസ് ലാംഡ വന്നാലും 2 ലാംഡ വന്നാലും 3 ലാംഡ വന്നാലും എല്ലാം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലേ നടക്കുക. ദെൻ സെക്കൻഡ് കേസ് I2 ഈക്വൽ ടു 4I0 ഇൻറ്റു കോസ് സ്ക്വയർ ഫേസ് ഡിഫറൻസ് കാണണം, തന്നിട്ടില്ല. ലാംഡ ബൈ 4 ആണ് പാത്ത് ഡിഫറൻസ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ഇക്വേഷനാണ്. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഫേസ് ഡിഫറൻസ് റിലേറ്റഡ് ടു പാത്ത് ഡിഫറൻസ് ബൈ എൻ ഇക്വേഷൻ 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഹിയർ ഡെൽറ്റ എക്സ് ഈസ് ദ പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് ഹിയർ phi is equal to 2π by lambda into what is delta x here? Second case lambda by 4. Lambda cancels. So, it is equal to pi by 2. So, in second case, the phase difference is pi by 2. So, our equation is, it is equal to 90 degree. So, 4I0 into cos square 9d by 2. Phi by 2. Phi is 90 degree. So, I2 is equal to 4I0 into cos 45. Cos 45 is 1 by root 2 on squaring 1 by root 2 all square. So, I2 is equal to 2I0. You want to find the ratio. So, I1 by I2, 4I0 by 2I0. Your answer is 2:1. Okay. See, first case path difference 0. അപ്പോൾ phase difference 0. Second case path difference lambda by 4. അപ്പോൾ phase difference pi by 2. ഈ ടൈപ്പ് പ്രോബ്ലങ്ങളിൽ പാത്ത് ഡിഫറൻസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഫേസ് ഡിഫറൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് ഇയറിൽ. അതായത് ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആരെ കാണിക്കും? 2π എന്ന് പറഞ്ഞ ഫേസിനെ കാണിക്കും. അതാരെ കാണിക്കും? ടി എന്ന് പറഞ്ഞ ടൈമിനെ കാണിക്കും. ടി എന്ന് പറഞ്ഞ ടൈം കൊണ്ടല്ലേ ഒരു വേവ് ഉണ്ടാവുക. അപ്പോൾ ലാംഡ ഈസ് ഇക്വിവാലൻറ്റ് 2π, ഇറ്റ് ഈസ് എഗെയിൻ ഇക്വിവാലൻറ്റ് ടു ടി. അപ്പോൾ നമുക്കിവിടെ ലാംഡ ബൈ 4 എന്ന് പറയുമ്പോൾ 2π by 4 that is equal to t by 4. ഇതാണല്ലോ pi by 2 കേട്ടോ. അപ്പോൾ ലാംഡ ഈസ് ഇക്വിവാലൻറ്റ് ടു 2π. അപ്പോൾ ലാംഡ ബൈ 4 ഈസ് ഇക്വിവാലൻറ്റ് ടു pi by 2. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തോളൂ. ക്ലിയർ ആണല്ലോ. സി, ഈ പ്രോബ്ലത്തിൽ 4I0 എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസാണ്. സപ്പോസ് ഇൻറ്റൻസിറ്റി 0 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി വരിക. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 വരിക. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് pi by 2 അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ 2I0 അല്ലേ ഉണ്ടാവുള്ളൂ. അത് കോൺസ്റ്റൻ്റായി നിന്നാൽ മതി. ആ വാല്യൂ എന്താണോ അത് കോൺസ്റ്റൻ്റായി നിന്നാൽ സോഴ്സുകളെ നമ്മൾ കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയും. അല്ലാതെ 4I0ഉം 0യും മാത്രം വരുന്നതിനല്ല നമ്മൾ കൊഹറൻറ്റ് സോഴ്സുകൾ എന്ന് പറയുന്നത്. കൊഹറൻറ്റ് സോഴ്സുകളാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പ്രോബ്ലത്തിൽ 4I0ഉം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന സ്ഥലത്ത് 0യും വരും. വേറെ വാല്യൂസും ഉണ്ട്. അത് ആ പോയിന്റിൽ എന്താണോ ഇൻറ്റൻസിറ്റി അത് കോൺസ്റ്റൻ്റായി നിന്നാൽ അവർ കൊഹറൻറ്റ് സോഴ്സുകളാണ് കേട്ടോ. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In Young's double slit experiment, interference pattern is found to have an intensity ratio between bright and dark fringe. Bright and dark fringe is 9. Bright means maximum intensity. Dark means minimum intensity. So I maximum by I minimum, it is given 9 by 1. Clear? So what is A maximum by A minimum? A maximum by A minimum amplitude in the ratio, that is 3:1, 3 by 1. കാരണം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അല്ലേ. ഓക്കെ, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ?
കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ സമയത്ത് A1 + A2 ബൈ A1 - A2. മാക്സിമം കാണാൻ A1 + A2, മിനിമം കാണാൻ A1 - A2. ദാറ്റ് ഈസ് ഈക്വൽ 3:1. A മാക്സിമം A1 + A2, A മിനിമം A1 - A2. അതും ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A1 + A2 = 3A1 - 3A2. Okay. So 2A1 = 4A2. Okay. So A1/A2 = 4/2. That is first wave by second wave. Or you want to find the intensity ratio. So again you square. I1/I2 is equal to 4/2. On squaring 4:1. 4:1. So your answer intensities at the screen due to two slits are 4 and 1 unit respectively. Okay. So I maximum by I minimum is given. From this A maximum by A minimum is 3:1. A maximum A1 + A2, A minimum A1 - A2. Simply cross multiplication and solving you will get the answer. Okay. As interference pattern is obtained on a screen due to identical coherent monochromatic sources. Intensity of the central bright fringe is I. When one of the source is blocked, then intensity becomes. അപ്പോൾ നമുക്ക് രണ്ട് സ്ലിറ്റുകളുണ്ട്, S1 അതുപോലെ S2. ഇവിടെ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ലൈറ്റ് എവിടെയോ വന്ന് വീണു, ഇൻറ്റൻസിറ്റി I എന്ന് വിചാരിച്ചോ, I. ഓക്കെ. രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്തത്? ഇതിലെ S1 S2 സ്ക്രീൻ ഇവിടെ, ഇതിൽ ഒരെണ്ണം നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്തു, ലൈറ്റ് പോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കണു, ഇവിടെ ഇൻറ്റൻസിറ്റി I0 വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് വന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെന്ന് മനസ്സിലായി. മറ്റത് എന്തോ വാല്യൂ ആണ് നമുക്കറിയില്ല, പക്ഷേ ബ്ലോക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് കേസിൽ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഒരാളുടെ ഇൻറ്റൻസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ട് അവർ ഐഡൻറ്റിക്കലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വന്നത് I0 ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വന്നതും I0 തന്നെ വരണ്ടേ? ഇത് രണ്ടുപേരും കൂടെ ചേർന്നാൽ കിട്ടുന്ന വാല്യൂ അവർ I തന്നിട്ടില്ലേ? നിങ്ങൾക്കറിയാം, ഈ രണ്ട് സോഴ്സുകളും ഇൻകോഹറൻറ്റ് സോഴ്സുകളാണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. I0 + I0 നമുക്ക് 2I0 എന്നല്ലേ കിട്ടുക. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഇവർ കൊഹറൻ്റ് ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഐഡൻറ്റിക്കൽ കൊഹറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I കാണാനുള്ള ഇക്വേഷനുകൾ എന്താ പഠിച്ചുള്ളത്? 4I0 × cos² 5/2 എന്നല്ലേ പഠിച്ചുള്ളത്. ആ പാത്ത് ഡിഫറൻസ് 0 ഉള്ള പോയിന്റിലാണെങ്കിൽ 4I0 തന്നെയല്ലേ വരിക, അല്ലേ? അപ്പോൾ സെൻട്രൽ ഫ്രിഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I = എന്തായിരിക്കും? 4I0 ആണ്. മനസ്സിലായോ? അപ്പോൾ യുവർ ആൻസർ ഈസ് I = 4I0. നോക്കൂ, ഇപ്പോൾ ഇതിൽ പറഞ്ഞതാണ്, ഇതങ്ങ് ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? ഇപ്പോൾ ഐയുടെ വാല്യൂ ഓർമ്മിക്കുക, 4I0 2I0 ആയിട്ടല്ല മാറുക, I0 മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ആ കേസ്. ക്ലിയർ അല്ലേ? ഈ പ്രോബ്ലം കഴിഞ്ഞ ദിവസം തിയറി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Intensity of two interfering beams in Young's double slit experiment are I1 and I2. Then the contrast between bright and dark fringes will be maximum. Already ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഫ്രിഞ്ച് വിസിബിലിറ്റി. വാട്ട് ഈസ് ഫ്രിഞ്ച് വിസിബിലിറ്റി? ഈ V is equal to I maximum minus I minimum by I maximum plus I minimum. ഫ്രിഞ്ച് വിസിബിലിറ്റി 1, അതല്ലേ മാക്സിമം കോൺട്രാസ്റ്റ്. എന്താ മാക്സിമം കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ I മിനിമത്തിൻ്റെ വാല്യൂ അപ്പോൾ 0 വരണ്ടേ, I മിനിമം 0 വരണ്ടേ. I മിനിമം എന്ന് പറയുമ്പോൾ √I1 - √I2 ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 0 വരണ്ടേ. അങ്ങനെയാണെങ്കിൽ I1ൻ്റെ വാല്യൂ എന്തിനോട് ഈക്വലാണ്? I2 വരണ്ടേ. I1 = I2. അപ്പോൾ I1 = I2 വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഫ്രിഞ്ച് വിസിബിലിറ്റി മാക്സിമം ആവുക. അതായത് ലാസ്റ്റ് പറഞ്ഞ പോലെ ബ്രൈറ്റ് ബാൻഡുകൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും, ഡാർക്ക് ബാൻഡുകൾ നല്ല ഡാർക്ക് ആയിരിക്കും. മനസ്സിലായോ? അതായത് ബ്രൈറ്റ് ബാൻഡുകൾ എത്രത്തോളം ബ്രൈറ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്കായി കൊടുക്കണം. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കേസ് തന്നെ എടുക്കാം. എൻ്റെ ബോഡി ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ ഒരു ഫെയർ നിങ്ങൾക്ക് കാണാനുണ്ട്, എന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. എന്നെ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ നീഗ്രോസിനെ കൊടുന്ന് വയ്ക്കുക, നീഗ്രോസ്. എന്നിട്ട് ഞാൻ അതിൽ കയറിയിരിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ബ്രൈറ്റ് ബാൻഡ് എന്ന് വിളിക്കാം, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ നീഗ്രോസാണ്.
പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നെ പോലുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ കയറിയിരുന്ന എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്നെ ബ്രൈറ്റ് ബാൻഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിറയെ സായിപ്പന്മാർ, നല്ല വെളുത്ത സായിപ്പന്മാരുടെ ഇടയിൽ ഞാൻ കയറുന്ന എന്തായി സംഭവിക്കും? ഒരു വർഷം ഞാൻ ഡാർക്കായി പോകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ബാക്ക്ഗ്രൗണ്ടും ഈ ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള കോൺട്രാസ്റ്റിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിസിബിലിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റി ഈസ് മാക്സിമം വെൻ മിനിമം ഇൻറ്റൻസിറ്റി 0 മീൻസ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡാർക്ക് ആവണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന രണ്ട് ബീമുകളുടെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സോഴ്സസ് ഈസ് 0.1 millimeter. Distance of the screen from the source 20 centimeter. Wavelength of light used is given. Angular position of the first dark. Angular position of the first dark fringe. ഓക്കെ, അപ്പോൾ സാധാരണ ചെയ്യുന്ന ടെക്നിക്, നമ്മൾ രണ്ട് സ്ലിറ്റുകൾ എടുത്തു, S1 S2, S1 S2. ഇവിടെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു. ഇനിയും ഇതാണ് ഒരു സെൻട്രൽ മാക്സിമം, CM എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമം. പിന്നെ ഡാർക്ക് 1, ബ്രൈറ്റ് 1, ഡാർക്ക് 2, അങ്ങനെ പോകും. സെൻട്രൽ മാക്സിമം തൊട്ട് ഫസ്റ്റ് ബ്രൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് ബീറ്റ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നിങ്ങളോട് ചോദിച്ചത് ആംഗുലാർ പൊസിഷൻ ഓഫ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, ഇതല്ലേ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്. അപ്പോൾ അവിടേക്ക് നിങ്ങളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കാം. ഇമാജിനറി ലൈൻ വരയ്ക്കണം. ഈ ആംഗിൾ തീറ്റ. ഇത് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല, കാരണം ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫ്രിഞ്ചിൻ്റെ ആംഗിൾ എടുക്കണം. ഇത് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ ആംഗിളേ ചോദിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. തീറ്റ കാണാനുള്ള ഇക്വേഷൻ പറ. തീറ്റ ഈക്വൽ ടു സെൻട്രൽ മാക്സിമം തൊട്ട് ഫസ്റ്റ് ബ്രൈറ്റ് വരെയുള്ള ദൂരം ബീറ്റ. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് വരെയുള്ള ദൂരം എന്തായിരിക്കും? β/2 അല്ലേ വരുള്ളൂ. β/2 ഡിവൈഡർ ബൈ ആർക്ക് ഡിവൈഡർ ബൈ റേഡിയസ്. റേഡിയസ് ഈസ് ക്യാപിറ്റൽ D. ഇപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു λd ഡിവൈഡർ ബൈ 2D ഇൻറ്റു ക്യാപിറ്റൽ D. D ക്യാൻസലായി. തീറ്റ ഈസ് ഈക്വൽ λ ഡിവൈഡർ ബൈ 2D. or theta is equal to lambda is given, lambda 5640 into 10 to the power minus 10 by 2D. 2 into D the value D 0.1 millimeter. So 0.1 into 10 to the power minus 3. Divide ചെയ്താൽ theta equal to തീറ്റയുടെ വാല്യൂ കാൽക്കുലേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ. കാൽക്കുലേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തതുണ്ട്. വാല്യൂ 0.0028 എന്ന് വരും. അത്രയും റേഡിയനാണത്. കാരണം നമ്മളെല്ലാ യൂണിറ്റുകളും SI യൂണിറ്റിൽ ഉപയോഗിച്ചത് കാരണം നമുക്ക് ആംഗിൾ റേഡിയനിലാണ് വരിക. പക്ഷേ ആൻസർ നോക്കി ഡിഗ്രിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കണ്ടീഷൻ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 360 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 360, 180/π വരും. 180/π. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0.0028 ഇൻറ്റു 180 ഡിവൈഡർ ബൈ π എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ആൻസർ 0.16 ഡിഗ്രിയാണ്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല ചോദിച്ചത്, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്തേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ β/2/d എടുക്കാവൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫൈനൽ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നത് SI യൂണിറ്റിലാണ് വരിക, റേഡിയനിലാണ് വരിക. പക്ഷേ ആൻസർ കിടക്കുന്നത് റേഡിയനിലല്ല, ഡിഗ്രിയിലാണ്. ഇപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. യെസ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദ ഫ്രിഞ്ച് ഈസ് ഫൗണ്ട് ടു ബി 0.2 ആങ്സ്ട്രം ഓൺ എ സ്ക്രീൻ. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് കേട്ടോ. അപ്പോൾ angular width of the fringe is found to be 0.2 degree on a screen placed 1 meter away. The wavelength of light used is 600 nanometer. What will be the angular width of the fringe if the entire experimental apparatus immersed in water? Refractive index of water. In air or vacuum, beta equal to lambda d/d. Angular fringe width beta divided by d is called angular fringe width, that is equal to lambda divided by small d. So angular fringe width is lambda by d. So
In first case, theta is equal to lambda by small d. In second case, angular fringe width theta dash is equal to lambda by mu by d. Why lambda by mu? When you put the entire setup in a liquid, the wavelength of light decreases. So theta dash is equal to theta divided by mu. Okay, because this lambda by d is theta. So your answer theta dash equal to 0.2 by refractive index of water is given 4/3. So that is 0.6 degree by 4. So your answer 0.15. Yes. So Young's double slit experiment നമ്മൾ വാക്വത്തിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ലിക്വിഡിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് കുറയും. ഫ്രിഞ്ച് വിഡ്ത്തും കുറയും, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തും കുറയും. ഓക്കെ, അപ്പോൾ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ് 1/mu times. ഓക്കെ, യെസ്. 2 slits separated by distance 1 millimeter. Small d is given. Illuminated with red light of wavelength 6.5 into 10 raised to -7. Interference fringes are observed on a screen placed 1 meter from the slits. The distance between third dark fringe and fifth bright fringe on same side. Important, same side. So draw a line like this. Let us assume here central maximum, right side, left side. Then dark 1, bright 1, dark 2, bright 2, dark 3, bright 3, dark 4, bright 4, dark 5, bright 5, and so on. രണ്ട് സൈഡിലോട്ടും ഉണ്ടാവും. ഇവിടെ സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതി. ഇപ്പോൾ സെൻട്രൽ മാക്സിമം, ഫസ്റ്റ് ഡാർക്ക്, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ പാറ്റേൺ അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാതെ. ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്, തേർഡ് ഡാർക്ക്, ഇതല്ലേ തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്, ആൻഡ് ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ദൂരം അല്ലേ കാണാൻ പറഞ്ഞത്? ഈ ദൂരം സേ എന്തെങ്കിലും വാല്യൂ എടുക്കാം നമുക്ക്. സേ എക്സ് എന്ന് എടുക്കാം, എക്സ്. ഈ ബ്രൈറ്റ് തൊട്ട് ഈ ബ്രൈറ്റ് വരെ ബീറ്റ, ഈ ബ്രൈറ്റ് തൊട്ട് വീണ്ടും ഈ ബ്രൈറ്റ് വരെയും ബീറ്റ, പിന്നെ ഒരു β/2. ഇപ്പോൾ β പ്ലസ് β/2, 1 + 1 + 1/2, 2.5. സോ x equal to 2.5 beta, or x equal to 2.5 times lambda. Yes, it is given, capital D again given by small d. Substituting for lambda, capital D and small d, you will get the answer. Okay, so here you want to find the separation between fifth bright fringe and third dark fringe. It is 2.5 beta. Okay, ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ഫ്രിഞ്ചസ് ഒന്ന് പറഞ്ഞുതരാം. ഷിഫ്റ്റിംഗ് ഓഫ് ഫ്രിഞ്ചസ് നോക്കൂ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് S1, S2. ഇവിടെ നിന്ന് ലൈറ്റ് വന്നു, നമുക്കിവിടെ ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ബ്രൈറ്റ് ബാൻഡ് കിട്ടി. ഓക്കെ, ബ്രൈറ്റ് ബാൻഡ് കിട്ടി. സെൻട്രൽ മാക്സിമം ബ്രൈറ്റ് ആണ്. ഞാൻ ഈ കൺസിഡർ ചെയ്ത പോയിന്റും ബ്രൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരം സെയിം ആണ്, ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും സെയിം ആണ്. ഇപ്പോൾ പാത്ത് ഡിഫറൻസ് 0 ആണ്, ഫേസ് ഡിഫറൻസ് 0 ആണ്, ടൈം ഡിഫറൻസ് 0 ആണ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഇനി അതിന് ശേഷം ലൈക്ക് ഇത് കണ്ടോ, ഇപ്പോൾ ആ പോയിന്റിലോട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മളിവിടെ ഒരു ഗ്ലാസ് സ്ലാബ് വെച്ച് കൊടുത്തു. T തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് സ്ലാബ് വെച്ച് കൊടുത്തു. അതായത് ഇപ്പോൾ ഇവിടെ വെച്ചു എന്ന് വിചാരിച്ചു, T തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചു. T തിക്നെസ് ഉള്ള ഗ്ലാസ് സ്ലാബ് വെച്ചാൽ എന്ത് സംഭവിക്കും? ലൈറ്റ് ഈ ഗ്ലാസ് സ്ലാബിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റ് സ്ലോ ആവും. എന്തുകൊണ്ടാണ് സ്ലോ ആവുന്നത്? ഡെൻസർ മീഡിയ ആയതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ റേ ഓപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ തിക്നെസ് T ആണെങ്കിൽ അതാണ് അതിൻ്റെ ജോമെട്രിക് ലെങ്ത്. അതിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത് എത്രയാണ് വരെ? ഒപ്റ്റിക്കലി ട്രാവൽ ചെയ്യുന്ന ലെങ്ത്. ഒപ്റ്റിക്കൽ ലെങ്ത് ജോമെട്രിക് ലെങ്ത്തിനെക്കാളും കൂടുതലായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒപ്റ്റിക്കൽ ലെങ്ത് എങ്ങനെ കാണാനുള്ള ടെക്നിക്ക് ഇതാണ്. ആദ്യം ലൈറ്റ് ഗ്ലാസ് സ്ലാബിലൂടെ കടന്നുപോയി,
ഒരു ഫൈനൈറ്റ് ടൈം എടുത്തു, ആ ടൈം നമ്മൾ നോട്ട് ചെയ്തു. അതേസമയം ലൈറ്റ് വാക്വത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ദൂരമാണോ ട്രാവൽ ചെയ്യുന്നത് ആ ദൂരത്തെയാണ് ഇയാളുടെ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ യു അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദാറ്റ് സ്ലാബ്. ഇറ്റ്സ് തിക്നെസ് ഈസ് ടി, ഇറ്റ്സ് ജോമെട്രിക്കൽ ലെങ്ത് ഈസ് ടി. Now the same light is allowed to pass through vacuum for the same time interval. So light travels a distance which is called optical length. T ആണ് ഇതിൻ്റെ ജോമെട്രിക് ലെങ്ത് എങ്കിൽ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത് mu t ആണ്, mu t. If the geometric length is t, its optical length is mu t. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ഗ്ലാസ് സ്ലാബ് നമ്മൾ ഇൻസർട്ട് ചെയ്താൽ ആ ഗ്ലാസ് സ്ലാബ് ഒരു പാത്ത് ഡിഫറൻസ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എത്രയായിരിക്കും അത്? എത്രയായിരിക്കും? ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ലെങ്ത് mu t ആണ്, ജോമെട്രിക് ലെങ്ത് t ആണെങ്കിൽ ആ ഗ്ലാസ് സ്ലാബ് ഉണ്ടാക്കുന്നത് അഡീഷണൽ ആയിട്ടുണ്ടായിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? mu t മൈനസ് ടി. അപ്പോൾ അഡീഷണൽ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ mu t മൈനസ് ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു mu മൈനസ് 1 ഇൻറ്റു ടി, mu മൈനസ് 1 ഇൻറ്റു ടി. ഓക്കെ, mu മൈനസ് 1 ഇൻറ്റു ടി. ഇതാണ് ഗ്ലാസ് സ്ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ്. ഗ്ലാസ് സ്ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ്. ഈ ഗ്ലാസ് സ്ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ ലാംഡ വന്നാൽ ഈ പോയിന്റ് വീണ്ടും ബ്രൈറ്റ് ആവും, ഒരു ബാൻഡ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. 2 ലാംഡ വന്നാലും ബ്രൈറ്റ് ആയിരിക്കും, 2 ബാൻഡ് ഷിഫ്റ്റ് ആവും. ഞാൻ ഈ കാണിച്ച എക്സ്പെരിമെൻ്റ് അങ്ങനെയാണ്. ഇവിടെ കണ്ടോ, ആദ്യം 0 കാണിച്ചു, പിന്നെ ഞാനിവിടെ -2 കാണിച്ചു. അത് 2 ബാൻഡ് ഷിഫ്റ്റായി. 2 ബാൻഡ് ഷിഫ്റ്റ് ആവാനുള്ള കാരണം 2 ലാംഡ പാത്ത് ഡിഫറൻസ് ആര് ക്രിയേറ്റ് ചെയ്തു? ആ ഗ്ലാസ് സ്ലാബ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആയോ പറഞ്ഞത്? യെസ്. See, central fringe of interference pattern produces by light of wavelength 600 shifted to a position of 5th bright fringe, 5th one. So എത്ര ഫ്രിഞ്ചാ ഷിഫ്റ്റ് ആയത്? 5 എണ്ണം ഷിഫ്റ്റായി. ഇൻട്രൊഡ്യൂസിങ് എ തിൻ ഗ്ലാസ് പ്ലേറ്റ്. ഇപ്പോൾ ഗ്ലാസ് സ്ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ് എത്രയാ? mu മൈനസ് 1 ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു mu മൈനസ് 1 ഇൻറ്റു ടി ഈക്വൽ ടു എൻ ലാംഡയിലെ വരെ 5 എണ്ണം ഷിഫ്റ്റായി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ വേവ് ലെങ്ത് എല്ലാം തന്നിട്ടുണ്ട്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം. യു വാണ്ട് ടു ഫൈൻഡ് ദ തിക്നെസ്. ടി ഈസ് ഈക്വൽ ടു എൻ ലാംഡ ഡിവൈഡർ ബൈ mu മൈനസ് 1. എന്നിൻ്റെ വാല്യൂ എത്രയാ? n 1. എന്നിൻ്റെ വാല്യൂ ഹൗ മെനി ഫ്രിഞ്ചസ് ഷിഫ്റ്റഡ്? 5. അപ്പോൾ 5 ഇൻറ്റു ലാംഡ 600 ആങ്സ്ട്രം ഇൻറ്റു 10 raised to -10 by mu minus 1, 1.5 minus 1.5. On solving, you will get the answer. Okay. So remember, when you put a glass slab in front of one of the slits, the entire fringe pattern shifts. The additional path difference produced by glass slab is mu minus 1 into t. If it is equal to n lambda, central fringe is again bright. If it is equal to 2n plus 1 lambda by 2, the central fringe becomes dark. Here 5 fringes shifted. That's why n equal to 5. Yes, this is one of the problem related to shifting of fringes. I will discuss. A plate of thickness t made of material of refractive index mu placed in front of one of the slits in Young's double slit experiment. What should be the minimum thickness t which will make the intensity at the center of the fringe pattern 0? Okay. So, നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാം. S1 എന്ന് പറഞ്ഞ സ്ലിറ്റ്, S2 എന്ന് പറഞ്ഞ സ്ലിറ്റ്. ഇവിടെ S എന്ന് പറയുന്ന സോഴ്സ് ഉണ്ട്. സ്ക്രീൻ വെച്ചു. നിങ്ങൾക്ക് സെൻറ്ററിൽ എന്ത് കിട്ടി? മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടി. മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്നതിനല്ലേ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ അങ്ങനെയാണ്. സ്ക്രീനിൻ്റെ സെൻറ്ററിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇനി അതിനുശേഷം ഇതേ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്ത കാര്യം എന്താ? സ്ലിറ്റ് അതുപോലെ നിർത്തി, മാറ്റമൊന്നുമില്ല. സോഴ്സ് അതുപോലെ ഉണ്ട്. ഇതാ സ്ക്രീനിൻ്റെ സെൻറ്റർ. ഇവിടെ നമ്മളൊരു ഗ്ലാസ് സ്ലാബ് ഇൻസർട്ട് ചെയ്തു. ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് ആണ് ടി. അതിൻ്റെ ജോമെട്രിക് ലെങ്ത് ആണ് ടി. ഇപ്പോൾ വീണ്ടും ഇവിടുന്ന് ലൈറ്റ് വന്നു. ഇവിടെ എന്ത് കിട്ടണം നമുക്ക്?
ഫ്രിഞ്ച് പാറ്റേൺ 0 എന്നല്ലേ പറഞ്ഞു, അവിടെ 0 വരണം. അതായത് അവിടെ എന്ത് വരണം? മിനിമം വരണം. അതായത് ഈ പോയിന്റിൽ നമുക്ക് മിനിമം ഇൻറ്റൻസിറ്റി വരണം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരണം. അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരാൻ ഇവിടെ ഉപയോഗിക്കേണ്ട ഈ സ്ലാബ് ഉണ്ടല്ലോ, ഗ്ലാസ് സ്ലാബിൻ്റെ മിനിമം തിക്നെസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ അറിയേണ്ട കാര്യം ടി ആണ് ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ്, ജോമെട്രിക് തിക്നെസ്, ജോമെട്രിക് ലെങ്ത്. ഇതിനകത്തുകൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റ് സ്ലോ ആവും. എന്തുകൊണ്ടാണ് സ്ലോ ആവുന്നത്? ഗ്ലാസ് സ്ലാബ് എന്ന് പറയുമ്പോൾ ഒരു ഡെൻസർ മീഡിയമാണ്, അതുകൊണ്ട് ലൈറ്റ് അതിനകത്തുകൂടെ കടക്കുമ്പോൾ ലൈറ്റ് സ്ലോ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കുറയുന്നത് കാരണം ഇതിനകത്തുകൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഈസ് എ ഡിഫറൻറ്റ് വാല്യൂ. ഒപ്റ്റിക്കൽ പാത്ത് ഈസ് എ ഡിഫറൻറ്റ് വാല്യൂ. എന്താ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? റേ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഫിഷ് ബേർഡ് പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഒപ്റ്റിക്കൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഒപ്റ്റിക്കൽ പാത്ത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ടൈം നോട്ട് ചെയ്യുക. ഗ്ലാസ് ലാബിലൂടെ നമ്മൾ ലൈറ്റിനെ കടത്തിവിടുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ലൈറ്റ് അപ്പുറത്തെത്തും. ഓക്കെ, ആ സമയത്ത് ട്രാവൽ ചെയ്ത ദൂരമാണ് അതിൻ്റെ ജോമെട്രിക് ലെങ്ത്. ഇനി ആ സമയം നിങ്ങൾ നോട്ട് ചെയ്തതിനു ശേഷം അതേ സമയം ലൈറ്റിനെ ഏതിലൂടെ കടത്തിവിടണം? വാക്വത്തിലൂടെ കടത്തിവിടുക. അപ്പം നിങ്ങൾക്ക് അറിയാം, ഗ്ലാസ് ലാബുമായി കമ്പയർ ചെയ്യുമ്പോൾ വാക്വം എന്ന് പറയുമ്പോൾ റെയറർ മീഡിയമാണ്. അപ്പോൾ അതേ സമയം കൊടുത്താൽ ലൈറ്റ് ഏബിൾ ടു ട്രാവൽ മോർ ഡിസ്റ്റൻസ്. ദാറ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാ? ഒപ്റ്റിക്കൽ ലെങ്ത്. ഇപ്പോൾ ടി ആണ് ജോമെട്രിക് ലെങ്ത് എങ്കിൽ ഒപ്റ്റിക്കൽ ലെങ്ത് എത്ര വരും? മ്യൂ ടി വരും. മ്യൂ ടി. അപ്പോൾ ടി തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് ലാബ്, അതായത് ജോമെട്രിക് ലെങ്ത് ടി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത് മ്യൂ ടി ആണ്. മ്യൂ ടി, വേർ മ്യൂ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നിങ്ങൾ റേ ഒപ്റ്റിക്സിൽ എൻ ടി എന്ന് പഠിച്ചിട്ടുണ്ടാവും. മ്യൂ ടി, ഇവിടെ മ്യൂ തന്നുകൊണ്ട് മ്യൂ. അപ്പോൾ മ്യൂ ടി മൈനസ് ടി ആണ് ഗ്ലാസ് ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ്. ഈ ഗ്ലാസ് ലാബ് പ്രൊഡ്യൂസ് ചെയ്ത അഡീഷണൽ പാത്ത് ഡിഫറൻസ്. ഈ മ്യൂ ടി മൈനസ് ടിയുടെ വാല്യൂ സപ്പോസ് ലാംഡയാണ് വന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് ആദ്യം ഇവിടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ വീണ്ടും അവിടെ ബ്രൈറ്റ് തന്നെ വരും. കാരണം പാത്ത് ഡിഫറൻസ് ലാംഡ വന്നാൽ വീണ്ടും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. അതുപോലെ മ്യൂ ടി മൈനസ് ടിയുടെ വാല്യൂ 2 ലാംഡ വന്നാലും 3 ലാംഡ വന്നാലും 4 ലാംഡ വന്നാലും എല്ലാം ഈ പോയിന്റിൽ വീണ്ടും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. കാരണം പാത്ത് ഡിഫറൻസ് n ലാംഡ വന്നാൽ കൺസ്ട്രക്റ്റീവ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ നമുക്ക് വേണ്ടത് 0 ആണ്. അപ്പോൾ ജനറലായിട്ട് പറയാം, ഡിസ്ട്രക്റ്റീവ് നടക്കാനുള്ള കണ്ടീഷൻ 2n+1 ഇൻറ്റു λ/2 ആണ് ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ. എന്ത് നടക്കാൻ? ഡിസ്ട്രക്റ്റീവ്. അത് എങ്ങനെ മനസ്സിലായത് ഡിസ്ട്രക്റ്റീവ് ആണ് നടക്കേണ്ടതെന്ന്? കാരണം ഫ്രിഞ്ച് പാറ്റേൺ 0 വരണം എന്നല്ലേ പറഞ്ഞത്, അതായത് മിനിമം ഇൻറ്റൻസിറ്റി വരണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ μ-1 ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു λ/2. നമുക്ക് എന്താ കാണേണ്ടത്? മിനിമം തിക്നെസ് ടി ആണ് കാണേണ്ടത്. ഇപ്പോൾ ടി ഈക്വൽ ടു which the intensity is equal to 2n+1 into lambda by 2 into μ-1. ഇതല്ലേ കിട്ടുക. ഇനി ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ മിനിമം തിക്നെസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അപ്പോൾ ടി ഈക്വൽ ടു ലാംഡ ഡിവൈഡർ ബൈ 2 ഇൻറ്റു μ-1. ഓക്കെ, യുവർ ആൻസർ ഈസ് lambda divided by 2 into μ-1. ഓക്കെ, ഇത് മിനിമം തിക്നെസ് ആണ്. മിനിമം തിക്നെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? ഡാർക്ക്നെസ് വന്നു. ഇനി എന്നിൻ്റെ വാല്യൂ 2 വന്നാലും എന്നിൻ്റെ വാല്യൂ 1 കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അവിടെ 3 λ/2 ഇൻറ്റു μ-1 എന്നൊക്കെ വരും. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് മിനിമം തിക്നെസ് ഓഫ് ദി ഗ്ലാസ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്നുകൂടെ പറയാം, നമ്മൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ലാബ് ഇൻസർട്ട് ചെയ്താൽ ആ ഗ്ലാസ് ലാബ് അഡീഷണൽ ആയിട്ടൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. അത് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത്തിൽ നിന്നും ജോമെട്രിക് ലെങ്ത് മൈനസ് ചെയ്താൽ മതി. ജോമെട്രിക് ലെങ്ത് ടി ആണെങ്കിൽ ഒപ്റ്റിക്കൽ ലെങ്ത് മ്യൂ ടി ആണ്. അപ്പോൾ ഗ്ലാസ് ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ് μ-1 ഇൻറ്റു ടി ആണ്. μ-1 ഇൻറ്റു ടി ഈസികൾ n ലാംഡ വന്നാൽ നമുക്കത് ബ്രൈറ്റ്നെസ്സിൻ്റെ കണ്ടീഷനാണ്. μ-1 ഇൻറ്റു ടി ഈസികൾ 2n+1 ഇൻറ്റു λ/2 വന്നാൽ അത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, കാരണം 0 ഇൻറ്റൻസിറ്റി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ ഇവിടെ 0 ചൂസ് ചെയ്യാനുള്ള കാരണം മിനിമം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ക്ലിയർ?